കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 8-9 വാക്യങ്ങൾ. ഫിലിപ്പോസ് യേശുവിനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾ കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്രകാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ? ഫിലിപ്പോസേ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. 14-ാം അധ്യായം വളരെ അത്ഭുതകരമായൊരു അധ്യായമാണ്. കാരണം 31 വാക്യങ്ങളിൽ 23 പ്രാവശ്യം പിതാവ് എന്നുള്ള വാക്ക് എഴുതിയിരിക്കുന്നു. അപ്പോൾ യേശു കർത്താവ് ഇവരോടിങ്ങനെ സംസാരിച്ചതിന് ശേഷം 14, 15, 16, 17 അധ്യായങ്ങൾ കഴിയുമ്പോൾ യേശു കർത്താവിനെ പിടിക്കുന്ന രാത്രിയാണത്. അതുകൊണ്ട് തന്നെ ഇതുവരെ പറയാത്തൊരു കാര്യം യേശു കർത്താവ് ഊന്നി പറയുകയാണ്. ഇന്നു മുതൽ നിങ്ങളവനെ അറിയും. 2, ഞാൻ മുഖാന്തരമല്ലാതെ പിതാവിൻ്റെ അടുക്കലെത്തുകയില്ല. എന്നെ അറിഞ്ഞാൽ പിതാവിനെ അറിയും. അപ്പോൾ യോഹന്നാൻ്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നു, പുത്രനുള്ളവന് പിതാവുമുണ്ട്. യേശുവിനെ ഒരുത്തൻ രക്ഷകനായി നാഥനായി സ്വീകരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ പിതാവിൻ്റെ കൂടെ ഉണ്ട്. പക്ഷേ ആത്മീയ ജീവിതത്തിൻ്റെ ഫലദായകമായ മുന്നേറ്റത്തിന്, സന്തോഷപൂർത്തിക്ക് ദൈവത്തെ പിതാവായി അനുഭവിക്കണം. അതുകൊണ്ടാണ് 14-1 പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറയും. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പിൻ. ആ ദൈവത്തെ നിങ്ങളുടെ പിതാവായി അറിയണം. സങ്കീർത്തനങ്ങളിൽ എഴുതിയിരിക്കുന്നു, അപ്പന് മക്കളോടെന്ന പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ആ കരുണ അനുഭവിക്കണ്ടേ? അപ്പോൾ ദൈവത്തെ അപ്പ എന്ന് വിളിക്കാൻ പറ്റണ്ടേ? റോമാലേഖനത്തിൽ പറയുന്ന പോലെ അപ്പാ, പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ പ്രാപിക്കണ്ടേ? ലൂക്കോസ് 15 പറയുന്ന മുടിയൻ പുത്രനെ സ്വീകരിക്കുന്ന അപ്പൻ്റെ സ്നേഹവും കരുതലും, നമുക്ക് വേണ്ടി വാദിക്കുന്ന അപ്പൻ്റെ സംരക്ഷണവും അനുഭവിക്കണ്ടേ? വേണം. പിതാവിനെ അറിയണം. എങ്ങനെ അറിയണം? മാർഗം പറഞ്ഞിട്ട്, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. ഇസ്രായേൽ മക്കൾ ചെങ്കടലിൽ സ്നാനപ്പെട്ട് മുന്നോട്ട് വരുമ്പോൾ അവർക്ക് വഴി കാണിക്കാൻ രാത്രി അഗ്നിത്തോടും പകൽ മേഘസ്തംഭവും. അവർക്ക് ആത്മീയ വെളിച്ചത്തിന് നിയമത്തിൻ്റെ കൽപ്പനകൾ, അവർക്ക് കഴിക്കാൻ മന്ന. ഈ 3 അവർ കണ്ടു, അനുഭവിച്ചു. പക്ഷേ പിന്നിലിരുന്ന് ഇത് ചെയ്ത ആളെ അറിഞ്ഞില്ല. യേശുവിൻ്റെ കാലത്ത് നിൽക്കുക, യേശു വെളിപ്പെട്ട് നിൽക്കുകയാണ്. കുറച്ച് പേര് മാത്രം അനുഭവിച്ചു. സ്നേഹവും നന്മയും അടയാളങ്ങളും അത്ഭുതങ്ങളും അനുഭവിച്ചു. പുറകിലിരുന്ന ആളെ ഇപ്പോഴും കണ്ടില്ല. അയച്ചയാളുടെ മനസ്സ് കണ്ടില്ല. അത് മരിച്ചു ഉയർത്തെഴുന്നേറ്റിട്ട് വർഷങ്ങൾക്ക് ശേഷം യോഹന്നാൻ നമ്മളെപ്പോലുള്ളവർക്ക് വേണ്ടി എഴുതിയപ്പോഴാണ് ലോകം ഞെട്ടിപ്പോയത്. തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ഒരപ്പൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ആത്മീയ ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വരാൻ ആ അപ്പൻ്റെ സ്നേഹം വേണം. അതുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റിട്ട് നോക്കിക്കേ, ഉയർത്തെഴുന്നേറ്റിട്ട് ആവേശത്തോടെ പറയുകയാണ് മഗ്ദലക്കാരി മറിയയോട്, നീ ചെന്ന് എൻ്റെ സഹോദരന്മാരോട് എൻ്റെ ദൈവവും അവരുടെ ദൈവവും, എൻ്റെ പിതാവും അവരുടെ പിതാവുമായ അവരുടെ അടുക്കിലേക്ക് ഞാൻ കയറിപ്പോകുന്നു എന്ന് പറയുക. ദൈവത്തെ പിതാവേ എന്ന്. അതൊരു ഭാഷാശൈലിക്കല്ല, ആരെയും കേൾപ്പിക്കാനുമല്ല. സ്വന്തം ജനിപ്പിച്ച അപ്പനെ വിളിക്കുന്ന പോലെ വിളിക്കാനൊരുത്തന് കഴിഞ്ഞാൽ പിന്നെ അവന് വീഴ്ചയില്ല, പിന്നെ അവൻ താഴുകയില്ല, പിന്നെ അവൻ അത്ഭുതവാനാണ്. കാരണം ഈ ഒരു പദവിയിലേക്ക് ഓരോരുത്തരും എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആരാണ്? യേശു കർത്താവാണ്. യേശു കർത്താവിൻ്റെ സ്നേഹമാണ്. അതുകൊണ്ട് തൻ്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി. യെശയ്യാ 53 പറയുന്നു, അവൻ്റെ പ്രാണൻ ഒരകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. അവൻ തൻ്റെ പ്രയത്ന ഫലം കണ്ട് തൃപ്തനാകും.
ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ ഈ മഹാഭാഗ്യത്തിലേക്ക് വരുവാൻ. ആത്മീയ വർധനയെ തടയുന്ന കാര്യങ്ങളോട് ഇടപെട്ട് നോ പറയേണ്ടതിനോട് നോ പറഞ്ഞ് ഉപവസിക്കേണ്ട ദിവസങ്ങളിൽ ഉപവസിച്ച് വചനവും പ്രാർത്ഥനയുമായി മുന്നേറി അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങി വന്ന് പാ എന്ന് വിളിച്ച് ഭവനത്തിനകത്ത് കയറി വിരുന്നാഘോഷിക്കാൻ അപ്പനോടുകൂടെ ആയിരിക്കാൻ സ്വർഗ്ഗം സഹായിക്കട്ടെ. ആമേൻ.